എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിലും ചാലക്കുടിയിലൊക്കെ ഉള്ള പല ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സത്യസന്ധതയുടെ പര്യായമായിട്ടുള്ള മുഖങ്ങളായിട്ടാണ് കാണുന്നത്. അതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, എക്സൈസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, നമ്മളെല്ലാവരും കാണുന്നത് അവരൊക്കെ ഒരുപാട് മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരായിട്ടാണ്. അവർക്ക് നമ്മുടെ പൊതുസമൂഹത്തിനോട് വലിയ കടപ്പാടുണ്ട്. പക്ഷേ ചില ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നു. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഇൻസ്പെക്ടർ CU ഹാരിഷ്, അദ്ദേഹത്തെ വിജിലൻസ് പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കണക്കിപ്പെടാത്ത പണം, ഏകദേശം ഒരു 30,000 രൂപ മേലെ പണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചിരിക്കുന്നു വിജിലൻസ് സംഘം എന്നുള്ള വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ഈ ബാറുകളിൽ നിന്നൊക്കെ പണം കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിരീക്ഷണത്തിലായിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഈ CU ഹാരിഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചുമതല ഇവിടെ ഏൽപ്പിച്ച് അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് സ്വന്തം കാറിൽ പോവുകയായിരുന്നു. ഈ പോകുന്ന സമയത്ത് നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഓഫീസിലേക്ക് വരുമ്പോൾ ക്യാഷ് രജിസ്റ്റർ ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ജോലിയിലൊക്കെ പ്രവേശിക്കാനായിട്ട്. അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എക്സൈസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള CU ഹാരിഷ് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം പോവുകയായിരുന്നു. അദ്ദേഹം ബാറുകളിൽ നിന്ന് പണം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഈ പണവുമായിട്ട് പോകുന്ന സമയത്ത് പാലിയേക്കര ടോൾ പ്ലാസയുടെ അവിടെ വെച്ച് ഈ വിജിലൻസ് സംഘം അദ്ദേഹത്തെ പിന്തുടർന്നു. ഇത് മനസ്സിലാക്കി അദ്ദേഹം ഈ പണം വലിച്ചെറിഞ്ഞെങ്കിലും വല്ല കാര്യമുണ്ടോ? വലിച്ചെറിഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ക്യാമറ സംഗതികളുണ്ട്. വിജിലൻസ് അതീവ ജാഗ്രതയോടുകൂടിയാണ് ഇത്തരം വിഷയങ്ങൾ എടുത്തത്. നമ്മുടെ ജയേഷ് ബാലൻ സാറാണ് ഈ വിജിലൻസിന്റെ ഇത്തരം കേസുകൾ പിടിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണവും കൃത്യമായിട്ടുള്ള ഇടപെടലും ഇതിലുണ്ടായി. ഇപ്പോൾ കേൾക്കുന്ന ഈ വാർത്ത, ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസർ CU ഹാരിഷിന്റെ കയ്യിൽ നിന്നും കണക്കിൽപ്പെടാത്ത 30,000-ലധികം പണം വിജിലൻസ് പിടിച്ചിരിക്കുന്നു, അദ്ദേഹത്തെ വിജിലൻസ് സംഘം പിടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ CU ഹാരിഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഞാൻ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. ലഹരി വിരുദ്ധ സന്ദേശവുമായിട്ട് മറ്റ് ക്ലാസുകൾ നയിക്കുന്നതിനും അതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഈ പറയുന്ന ചാലക്കുടിയിൽ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നാണ് ഈ പണം പിടിച്ചിട്ടിരിക്കുന്നത്. നമുക്കറിയാം, വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ, ഓണം, ക്രിസ്മസ്, അതുപോലെ പുതുവത്സരം തുടങ്ങിയ സംഗതികളൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പണം പല മുതലാളിമാരെയും വസൂലാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥർ നടത്തും. അത് മനസ്സിലാക്കിക്കൊണ്ട് വിജിലൻസ് സംഘം അതീവ ജാഗ്രതയോടുകൂടി ഇവരെ പിന്തുടരും, ഇത്തരക്കാരെ. മുൻപ് ഒരു എക്സൈസ് ഇൻസ്പെക്ടർ, ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു എക്സൈസ് ഇൻസ്പെക്ടറെ നമ്മുടെ ചിറങ്ങരയിൽ വെച്ച് പിടിച്ച ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഓർമ്മയില്ലേ? ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ CU ഹാരിഷ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കണക്കിൽപ്പെടാത്ത പണവുമായിട്ട് പോകുന്ന സമയത്ത് വിജിലൻസ് പിടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കൊക്കെ മാതൃകയാവേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളായിട്ട് നീങ്ങുമ്പോൾ, നമ്മുടെ മുന്നിൽ നിന്ന് പ്രസംഗിച്ചവർ, നമുക്ക് മാതൃകാപരമായ സന്ദേശം നൽകിയവർ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള പാത പിന്തുടരുമ്പോൾ പ്രിയപ്പെട്ടവരെ നിസ്സഹായാവസ്ഥയോടുകൂടി നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ആരാണ് കള്ളൻ, ആരാണ് കള്ളനല്ലാത്തവൻ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന സമയമാണ്. വലിയ ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇട്ടിരിക്കുന്നത്. മാതൃകയാവേണ്ട ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അത് ഗുരുതരമായിട്ടുള്ള നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് തന്നെ അപമാനം വരുത്തി വെക്കുന്ന ഒന്നാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.